കപ്പക്ക അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പക്ക അതിൻ്റെ തൊലിയും കുരുവും കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കഷ്ണങ്ങൾ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് 5-6 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ കപ്പക്ക നല്ലപോലെ ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം മാത്രം വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതിയാവും. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളിയും വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കപ്പക്ക കൂടി ഇട്ട് 5-6 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കപ്പക്കയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളവും 1/4 കപ്പ് വിനാഗിരിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം നമ്മൾ കപ്പക്ക തിളപ്പിച്ചെടുക്കുന്ന സമയത്തും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അച്ചാർ ഇവിടെ നല്ലപോലെ തിളച്ച് ചെറുതായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്നും മാറ്റി നല്ലപോലെ തണുത്തതിന് ശേഷം നനവൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം.